ഹലോ ഗൈസ്, എല്ലാം കേട്ടുകൊണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അബി. നമ്മളിന്ന് ഫിഷ് ടാങ്കിന്റെ അടുത്ത് ഉള്ളത്. ഫിഷ് ടാങ്കിന്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഗപ്പിയുടെ വീഡിയോ ഒന്നും അല്ല കാണിക്കുന്നത്. ഗപ്പിയുടെ വീഡിയോ ഒന്നും കാണിക്കാൻ വേണ്ടിയല്ല ഇന്നത്തെ വീഡിയോ. ഞാൻ ഒന്ന് ജസ്റ്റ് നിങ്ങളൊരു കാര്യം കാണിക്കാൻ വേണ്ടിയാണ്. ഇതിനകത്താണ് നമ്മൾ ഈ ടാങ്കിലെ സക്കറും ഗൗറയും പിന്നെ നമ്മുടെ ഗോൾഡൻ നത്തക്കൊക്കെ കിടപ്പുണ്ടായിരുന്നു. നമുക്ക് കാണാമെന്ന് അറിഞ്ഞൂടാ. അതിനകത്ത് കിടപ്പുണ്ട്. അതെ, ഇതാണ് നമ്മുടെ ഗോൾഡ് എന്നത്തേക്ക. ജീവനുണ്ട്, കണ്ട അതിനകത്ത് ജീവനുള്ളയാ. നീ വാരണ്ട, കൈ വാരണ്ട. വേണ്ട വേണ്ട വേണ്ട. ഇതാണ് സക്കർ. ഈ കാണുന്നതാണ് സക്കർ. പിന്നെ ഗൗറ കണ്ട് ഇവിടെ ഉണ്ട്. ഗൗറയുടെ മേൽ ഇവിടെ ഉണ്ട്. ഫീമെയിൽ ഇതാണ്. അപ്പൊ ഗൈസ്, നമ്മള് എന്തുവാ പറയുന്നതെന്ന് വെച്ചാ, ഞാൻ അന്ന് ഈ ഗൗറ ആണിനെയും പെണ്ണിനെയും കൂടെ ഒരുമിച്ചിട്ടാണ് കഴിച്ചത്. നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നു കാണുന്നത്. പക്ഷെ ഞാൻ ഇതിനകത്ത് കാണുന്ന സക്കറിനെയും ഗോൾഡൻ നത്തയ്ക്ക് എടുത്ത് അതിനകത്തോട്ട് മാറ്റിയിട്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഞാൻ വെറുതെ ഇട്ടിരുന്നേ ഉള്ളു ഗൈസ്. ഇതിനകത്ത് മുട്ട ഇട്ട് ഗൈസ്. നല്ല പാലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാൻ പറ്റുമോ? എനിക്ക് ടോർച്ച് എടുത്തോണ്ടാടാ, അതിരിപ്പുണ്ട്. ഇത് നിങ്ങക്ക് ശ്രദ്ധിച്ച് നോക്കിയാ കാണാൻ ശരിക്ക് നോക്കിയാ കാണാൻ പറ്റൂ. ഞങ്ങളൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇത് പ്രസവിച്ചിട്ടുണ്ട്, നമുക്കിപ്പോ കാണാൻ പറ്റും ഗൈസ്. അവൻ അവിടെ നിന്ന് ടോർച്ച് എടുത്തോണ്ട് വരുന്നുണ്ട്. നിങ്ങക്ക് കാണാം, കൊറേ കുഞ്ഞുങ്ങളുണ്ട്. ഗൗറ മുട്ടയിട്ട് പെരുകിയിട്ടുണ്ട്. വിരിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കൊത്തു തുടങ്ങിയിട്ടുണ്ട്. മെയിലും ഫീമെയിലും തമ്മിൽ ഭയങ്കര കൊത്തായിരുന്നു. കാണാൻ പറ്റത്തില്ല. അത്യാവശ്യം പവർ ഉണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റത്തുള്ളൂ. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ചെറുതായിട്ട് അനങ്ങുന്ന കാണാൻ പറ്റും ഗൈസ്. കൂത്താടിയുടെ അത്രയും പോലും ഇല്ല ഗൈസ്. അവൻ പറയും കൂത്താടിയുടെ അത്രയും പോലും വെറും കുഞ്ഞായി. ഇതാണ് നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾ അത്രയും പോലും ഇതിന്റെ ഇത് സത്യം പറഞ്ഞ എടുത്ത് മാറ്റത്. നമ്മുടെ ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഗപ്പി കുഞ്ഞുങ്ങളുടെ എന്തോ വലിപ്പം പറഞ്ഞ. അത്രയ്ക്കും പൊടിയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഫൈറ്ററിനെക്കാട്ടിലും ഇച്ചിരി വലുതാണെന്ന് തോന്നുന്നു. എന്നാലും ഗൈസ്, ഇത്രയും വലിയ സാധനം ഇത്തിരി പൊടി, ഉറുമ്പിന്റെ അത്രയും പോലും ഇല്ലാത്ത ഇതിനെയാണ്, കുഞ്ഞുങ്ങളെയാണ് മുട്ടയിടുന്നെന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മുടെ ഗപ്പിക്കുഞ്ഞ്. ഇവിടെ ഉണ്ട്. അപ്പൊ ആ ഗൗറ കുഞ്ഞിനെ പിടിച്ചു നോക്കി, ഇത്രയും പോലും ഇല്ല. ഗൗറ കുഞ്ഞിനെ അത്രയും അതിന്റെ പകുതി പോലും കാണത്തില്ല ഗൈസ്. പിന്നെ അതിന് നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഓക്സിജൻ പമ്പ് മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ടീമിനെ വിരിയിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് അവിടെ വെക്കടി. ഇപ്പൊ ഗൈസ് ഏതാണ്ട് കുഞ്ഞാറ്റ അതിനകത്ത് കൈയൊക്കെ ഇട്ട് അതിനെ കൊല്ലാനുള്ള പുറപ്പാടിലാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു കാർഡ് മാജിക് വീഡിയോ ആണ്. കാർഡ് മാജിക് എന്ന് പറഞ്ഞാൽ ഞാൻ ലൈവായിട്ട് വീഡിയോ എടുക്കുകയാണ്. ഒരലമ്പും ഇല്ലാതെ, ക്യാമറമാൻ അല്ല, ഇവനെ വെച്ചാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഒരലമ്പും ഇല്ലാതെ വീഡിയോ എടുക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ ആദ്യത്തെ വീഡിയോ ഒന്നല്ല, നമ്മൾ അങ്ങനെ തന്നെയാണ് എടുത്തത്. രണ്ട് കാർഡ് മാജിക്, ഈ സിമ്പിളായിട്ട് 2-3 കാർഡ് മാജിക് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് അല്ല വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ഞാൻ കമന്റ് ഓഫാക്കിയിട്ടേക്കാണ്. ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ല ഗൈസ് എനിക്ക്. അപ്പൊ അത്രേ ഉള്ളു ഗൈസ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം.
ഓക്കേ ട്രൈപോഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാർഡ് വെച്ചാണ് നമ്മുടെ മാജിക് ചെയ്യാൻ പോകുന്നത്. ഇത് പറഞ്ഞ ഗോഡ് ഫാദറിന്റെ കാർഡാണ്. ഇത് പുതിയ കാർഡാണ്. നമുക്ക് ഈ കാർഡ് ഈ വീഡിയോയ്ക്ക് വേണ്ടി തന്നിരിക്കുന്നത് അതെ ഈ വീട്ടിലെ രണ്ട് കുട്ടികളാണ്. ആ കുട്ടികളുടെ പേര് ആയിഷ്, അഹനിത, അങ്ങനെയാണ് അവരുടെ പേര്. അപ്പം നമ്മൾ ഇവിടെ വെച്ചാണ് നമ്മുടെ മാജിക് ചെയ്യുന്നത്. ഇത് പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള 3 കാർഡ് മാജിക്കാണ് ഗൈസ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളിന് അങ്ങേയറ്റത്തുള്ള 3 കാർഡ് മാജിക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നെയാണ് ഈ അഭിയാനെ പൊട്ടനാക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് മാജിക് കാണിക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് മാജിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്നുകൊണ്ടും ചെയ്യാം. ടേബിൾ മാജിക്കായിട്ടും അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാജിക്കാണിത്. നമ്മളിപ്പോൾ അവനോട് ഇതിൽ നിന്ന് ഒരു കാർഡ് എടുക്കാൻ പറയാണ് ഗൈസ്. എന്നെ കാണിക്കാതെ എടുക്കണം. അവനങ്ങ് പോയി ഗൈസ്, എന്നെ കാണിച്ചില്ല. അവൻ കൈ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഗൈസ് നിനക്ക് കാണാൻ വേണ്ടി ഞാൻ കണ്ണടയ്ക്കാണ്. ഫർഹാൻ കുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. വേണേ എൻ്റെ കണ്ണടച്ചോ, കണ്ണടച്ചോടാ. അതെ, അവനിപ്പോൾ ബുഹാരി നിങ്ങളെ കാണിക്കും. കണ്ടോ, അവർ ക്യാമറ കിട്ടുമെന്നോ? കിട്ടിയോ? എടാ കിട്ടി. വല. ഇപ്പം ഗൈസ് അത് കുഴപ്പമില്ല, അത് തെന്നിപ്പോയതാ. അത് വേണ്ട, അതിരിക്കട്ടെ. ഇരിക്കട്ടെ. എൻ്റെ ഇടയ്ക്ക് കയറ്റി വെച്ച ഗൈസ്. അല്ല, അവൻ്റെ കാർഡില്ല, തറ ഒരു കാർഡ് വീണാല്. ഇപ്പൊ ഗൈസ് ആരും കാണാതെ നീ കണ്ടോ? അവൻ തന്നെ ഇപ്പോഴാണ് കണ്ടത് ഗൈസ്. അപ്പോൾ നമ്മൾ ആ കാർഡ് തിരിച്ചു മേടിക്കാണ് ഗൈസ്. അല്ല, നീ കേട്ടണ്ട. ആ കാർഡ് നമ്മൾ കാണാതെ തന്നെ ഇതിന്റെ ഇടയ്ക്കോട്ട് കേറ്റാണ് ഗൈസ്. നീ പിടിക്കൊന്നും വേണ്ട. ഇതേ ഗൈസ്, നമ്മൾ ഇതിന്റെ ഇടയ്ക്കോട്ട് കേട്ടിട്ടുണ്ട്. ചിലർക്ക് കിട്ടിക്കാണും ഈ മാജിക് എന്തുവാന്ന്. അല്ലാതെ ഇമാരുടെ കൂട്ടുള്ള പൊട്ടന്മാർക്കൊന്നും പിടികിട്ടി കാണത്തില്ല. എന്നെ ഇങ്ങനെ പൊട്ടനെന്ന് വിളിക്കുന്ന ഇങ്ങനെ എന്താ പറയുന്നത് എനിക്കൊന്നും പറയാനില്ല. അപ്പൊ ഗൈസ് നമ്മളിനി ഇതിൽ നിന്ന് അവനെടുത്ത കാർഡ് ഏതാന്ന് കാണിക്കാൻ പോവാണ് ഗൈസ്. ഇതിൽ നിന്ന് അവൻ എടുത്ത കാർഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് അവൻ എടുത്ത കാർഡ് ഏതാന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ഗൈസ്, ഇതാണ് അവൻ എടുത്ത കാർഡ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ജോക്കർ എടുത്ത. ഇത് ജോക്കർ തന്നെയാണ്, പക്ഷെ അഭിയണ്ണനാണ് ജോക്കർ. ഇത് ജാക്കാണ് അവൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അവൻ എടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് മാജിക്കിന്റെ ട്രിക്കാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് ഗൈസ്. അപ്പൊ നമ്മള് ഇത് ഇങ്ങനെ നീ മാറിയിരിക്കുക. ഈ കാർഡ് മേടിക്കുമ്പം തന്നെ ഓടായിട്ട് നമ്മൾ കാർഡ് മേടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു സൈഡ് ഓടായിട്ട് വേറെ സൈഡ് അല്ല, ആ കാർഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓടായിട്ടുള്ളത് മേടിക്കുക. 2 സൈഡ് ഈവൻ ആയിട്ടുള്ളത് മേടിക്കുക, അല്ല ഓടായിട്ടുള്ളത് തന്നെ മേടിക്കുക. എന്നിട്ട് നമ്മൾ മേടിക്കുമ്പം തന്നെ എല്ലാ കാർഡും ഒരേ ഔട്ടായിരിക്കും ഇരിക്കുന്നത്, ഒരേ സൈസിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു കാർഡ് അയാളോട് എനിക്ക് ഞാൻ പറയട്ടെ, ഈ കാർഡ് ഇങ്ങനെ ഇരിക്കുന്നില്ലേ, എല്ലാം കണ്ടോ ഒരേ കൂട്ട് വെക്കണം, വെച്ചിട്ട് മാത്രമേ ഈ മാജിക് ചെയ്യാവുള്ളൂ. എന്നിട്ട് ഇതിന് ഇടയ്ക്ക് വന്ന് അവനോടൊരു കാർഡ് എടുക്കാൻ പറഞ്ഞു. ഇതാണ് അവൻ എടുത്തത്, അല്ല ഇതല്ലേ അവൻ എടുത്തത്. നമ്മളിപ്പോൾ എക്സാമ്പിൾ ഇതൊരെണ്ണം എടുത്ത്, എന്നിട്ട് അത് നമ്മൾ തിരിച്ച് മേടിക്കുകയാണ്. നമ്മളെ കാണിക്കലെന്ന് പറഞ്ഞ് തിരിച്ച് മേടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കോട്ട്
അല്ല നടുക്കോട്ട് കയറ്റി. അപ്പം നടുക്കോട്ട് കയറ്റി കഴിയുമ്പോൾ ദേ ഇനി നമ്മൾ വല്ല അബ്ര കടബ്ര പറഞ്ഞിട്ട് വല്ല മാജിഷ്യൻ്റെ കൂട്ട് തൊപ്പിയൊക്കെ ഇട്ട് സ്റ്റേജിലൊക്കെ കയറി കാണിക്കാം. എന്നിട്ട് ഇനി നമ്മൾ ഈ മാജിക്ക് ഇത് എടുക്കാൻ പോവാണ്. ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ദേ ഈ ഒരു കാർഡ് മാത്രം ഇതിൽ തിരിഞ്ഞിരിക്കും ഗൈസ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ദേ ഇങ്ങനെ നമ്മളിത് തിരിച്ചു വെച്ച കാർഡാണ്. ഈ തിരിച്ചു വെച്ച കാർഡാണ് വേണ്ട ഈ കാർഡാണ് നമ്മൾ എടുത്തിരുന്നത്. നിങ്ങൾ ആരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ ഇത്ര മണ്ടത്തരങ്ങൾ അതിനകത്ത് കാണിച്ചു വന്നു, കള്ളത്തരങ്ങൾ, കള്ളൻ. ഇപ്പൊ ഗൈസ് അവൻ വെറുതെ പറയുന്നതാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് തന്നെ ചെയ്യണം ഗൈസ്. സോറി ഗൈസ്, നമ്മളിനി നെക്സ്റ്റ് വീഡിയോ കാണിക്കാൻ പോവാണ്. അപ്പൊ ഈ ഫസ്റ്റ് മാജിക് കണ്ടല്ലോ, എന്തായാലും ലൈക്ക് ചെയ്യണം ഗൈസ്. മണ്ടത്തരമാണെന്ന് അറിയാം, പക്ഷെ നിങ്ങളിത് നല്ലപോലെ ചെയ്യണം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ അടുത്ത സെക്കൻഡ് മാജിക്ക് ചെയ്യാൻ പോവാണ്. ഇതും രണ്ടുപേരായിട്ട് നിന്ന് ഒറ്റ ഒരാളെ വിളിച്ച് കാണിക്കേണ്ട ഒരു മാജിക്കാണ് ഗൈസ്. ഇതൊരു ടേബിൾ മാജിക്കാണ്, നമ്മൾ നിന്നോട്ട് ചെയ്യാൻ പറ്റുന്ന മാജിക്കല്ല. അപ്പം നമ്മളിപ്പോൾ മാജിക്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മൾ അതിന് വേണ്ടി ഇതിൽ നിന്ന് ഒരു 21 കാർഡാണ് ഗൈസ് ഇതിൽ നിന്ന് എടുക്കാൻ പോകുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21. അപ്പോൾ ബാക്കി വന്ന കാർഡ് ബുഹാരിയുടെ കൊടുക്കണ്ട, ഇവിടെ വെച്ചിട്ടാണ് അവർക്ക് കാണണം. ഇതേ ഗൈസ് അവൻ്റെ കൊടുത്തില്ല, അതത്ര സേഫ് അല്ലെന്ന് തോന്നി, അതുകൊണ്ട് അവൻ്റെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഗൈസ് പക്ഷെ നമ്മൾ ഈ എടുത്തതിനകത്ത് 2 ജോക്കറുണ്ട് ഗൈസ്. ജോക്കർ 2 എണ്ണം ഉള്ളത് എല്ലാം ഒരേ കൂട്ടത്തെ കാർഡായിരിക്കുമല്ലോ ഗൈസ്. ഇത് 2 എണ്ണം ഒരേ കൂട്ടം, നമുക്ക് ജോക്കർ മാറ്റി വേറെ 2 കാർഡ് എടുക്കാം ഗൈസ്. എന്നുവെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഈ ജോക്കർ ആയിരിക്കും മിക്കവരും നമ്മളിപ്പോൾ എടുക്കുമ്പോൾ ഈ ജോക്കർ ആയിരിക്കും മനസ്സിൽ വിചാരിക്കുന്നത് ഗൈസ്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നില്ലെന്ന് അറിയാം, ഞാൻ ഇപ്പോൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഗൈസ്. അപ്പൊ ഗൈസ് ഞാനിപ്പോ ഇവനോട് ഇങ്ങനെ 3 സെറ്റായിട്ട് ഞാൻ കാർഡ് ഇടും. ഇതിൽ നിന്ന് അയാളോട് ഏതെങ്കിലും ഒരു കാർഡ് മനസ്സിൽ വിചാരിക്കാൻ പറയും ഗൈസ്. ഈ സെറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു കാർഡ് അയാളോട് മനസ്സിൽ വിചാരിക്കാൻ പറയും. ഇതെന്തോ എക്സ്ട്രാ ഗ്യാരണ്ടി കാർഡാണ് ഗൈസ്, അത് ഇരിക്കട്ടല്ലയോ. അപ്പോൾ ഗൈസ് നമ്മൾ 3 സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ 3 സെറ്റിൽ ഏതോ ഒരു സെറ്റിൽ ബുഹാരി വിചാരിച്ച കാർഡ് ഇരിപ്പുണ്ട് ഗൈസ്. അത് ഈ സെറ്റിനകത്താണോ അറിയില്ല. എൻ്റെ ക്യാമറയുടെ ചാർജ് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഈ 3 സെറ്റിൽ അയാളോട് നമ്മൾ ചോദിക്കേണ്ട കാര്യം ഏത് സെറ്റിനകത്താണ് അയാൾ കാർഡ് വെച്ചിട്ടുള്ളതെന്നാണ്. ഏത് സെറ്റിനകത്താണ്? അപ്പോൾ ഈ സെറ്റിനകത്താണ് അവൻ കാർഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഞാൻ അതുകൂട്ട് തന്നെ അതൊന്ന് എടുത്തു വെച്ചിട്ട് ഒന്നുകൂടെ ഇടുവാണ് ഗൈസ്. അപ്പോൾ അതേ കാർഡ് തന്നെ മുമ്പേ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിൽ വിചാരിച്ച അതേ കാർഡ് തന്നെ ഇവന് ഇപ്പോഴും മനസ്സിൽ വിചാരിക്കാൻ പറയാണ് ഗൈസ്. ഏത് സെറ്റിനകത്താണത്? അപ്പോൾ ഈ സെറ്റിനകത്താണ് അവൻ മനസ്സിൽ വിചാരിച്ച കാർഡുള്ളത്. ഇതിൻ്റെ ഒന്നുമില്ല, നമ്മൾ അതവിടെ വെക്കണേ കുരുപ്പേ. അപ്പോൾ നമ്മൾ ഇതൊന്നുകൂടി ഇടാണ്. ഇത് ലാസ്റ്റ് തൊട്ടാണ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ലാസ്റ്റ് തൊട്ടാണ് 3 വട്ടം ചെയ്യുന്നത്. അതൊക്കെ ഞാൻ ചുമ്മാ പറയുന്നതാണ് ഗൈസ്. ഇതൊരു കണക്ക് ഉൾപ്പെടുത്ത മാജിക്കാണ്. അപ്പോൾ ഏത് സെറ്റിനകത്താണ്? ഉറപ്പുണ്ടോ? ഇപ്പോൾ അവന് ഉറപ്പുണ്ടെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ അത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഗൈസ് നമ്മൾ ഈ സെറ്റിൽ നിന്ന് അവൻ മനസ്സിൽ വിചാരിച്ച കാർഡ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാൻ ശ്രമിക്കുകയാണ്.
എന്നെ കാണിക്കണം അന്നേരം കറക്റ്റ് ഞാൻ പറയത്തുള്ളൂ. അതും ഇങ്ങനെ തിരിച്ചു വെച്ചുള്ള കുരിപ്പായി. ഇതാണോ? ആണ്, ഇത് കറക്റ്റാ. ഇതെന്താ തിരിച്ചു വെച്ചതാ ഇങ്ങനെ? അല്ല, ഇത് തിരിച്ചു വെച്ചല്ല. വേണ്ട ഗൈസ്, നീക്ക് വേണം, നീയും വേണം വന്ന് നോക്കിയോ. ഇതൊന്നും ഇതാണ്ടേ, ഇത് 3 ഒരേ ഷേപ്പ് ഇരിക്കുന്നത് കണ്ടോ, ഇത് 2 വേറെ ഷേപ്പ് ഇരിക്കുന്നത് കണ്ടോ. അത് മാത്രമല്ല, ഞാനന്ന് അത് ഒരു ഇതില്ലാതെ ഫ്രണ്ട് നോക്കിയാണ് ഗൈസ്, ഞാൻ ബാക്ക്ഗ്രൗണ്ട് നോക്കിയല്ല ഇട്ടിരുന്നത്. ഇപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഇതിൻ്റെ ട്രിക്ക് കാണിക്കാൻ പറ്റുമോ? എൻ്റെ ക്യാമറയുടെ ചാർജ് തീരാറായി. ടുമാറോയിലൊന്നും അല്ല ഞാൻ ഇപ്പോൾ എടുക്കുന്ന. ഇതിൻ്റെ ട്രിക്ക് കൂടെ കാണിച്ചിട്ട് അടുത്ത മാജിക്ക് നമ്മൾ തേർഡ് മാജിക് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ആവശ്യമില്ല, ഇവനിപ്പോൾ പോകാനും സമയമായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ട്രിക്ക് കൂടെ കാണിച്ചിട്ട് ഇവൻ അങ്ങ് പറഞ്ഞു വിടാം ഗൈസ്. യൂട്യൂബ് ചാനലിൽ കാണും. ഇവൻ ഇനി ഒരു ക്യാരക്ടർ ആയിരിക്കും ഇതിനകത്ത്. എന്നെ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അവനെ അല്ല, എന്നെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഇതിൻ്റെ ട്രിക്ക് കാണിക്കാൻ പോവാണ്. അവിടെ വന്നിരി. നമ്മളിപ്പോൾ 21 കാർഡ് എടുത്തിട്ടുണ്ട് ഗൈസ്. 21 കാർഡ് എടുത്തിട്ട് 3 സെറ്റായിട്ടാണ് ഗൈസ് നമ്മൾ ഇട്ടത്. നമ്മൾ 3 സെറ്റായിട്ട് ഈ കാർഡ് ഇട്ടിരുന്നു. അപ്പോൾ ഈ 3 സെറ്റ് ആയിട്ട് ഇടുമ്പോൾ നമ്മുടെ എതിരാളിയോട് പറയണം ഈ ഏതെങ്കിലും ഒരു സെറ്റിനകത്തുള്ള ഒരു കാർഡ് മനസ്സിൽ വിചാരിക്കാം. അല്ല, ഇത് ക്യൂന. അപ്പം ഇത് ഏതെങ്കിലും 3 സെറ്റ് ഏതെങ്കിലും ഒരു കാർഡ് മനസ്സിൽ വിചാരിക്കാൻ പറയണം ഗൈസ്. അതായത് നമ്മളിപ്പോൾ ഈ സെറ്റിലോട്ടുള്ള ഈ സെറ്റിനകത്തുള്ളത് ഈ ഡയമണ്ട്, ആസിൻ്റെ ഡയമണ്ട് എടുത്തെന്ന് വിചാരിക്കുക. അപ്പം നമ്മളിത് എടുക്കുമ്പോൾ അയാൾ പറയാം നമ്മൾ എടുത്ത് ഈ സെറ്റിനകത്താണ് കാർഡുള്ളത്. അയാൾ നമ്മളോട് ആ കാർഡ് ഏതാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല ഗൈസ്. എന്നിട്ട് നമ്മൾ ഇതെടുത്ത് ഇതാണ് ഇവിടെ ഇരുന്നത് ഗൈസ്. ഈ സെറ്റാണ് അയാൾ മനസ്സിൽ വിചാരിച്ചത്. അപ്പോൾ ബാക്കി 2 സെറ്റ് ഇവിടെ ഇരിപ്പുണ്ട്, കാണാമോ? കാണാൻ പറ്റും. ബാക്കി 2 സെറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അത് ഏതെങ്കിലും ഒരു സെറ്റ് മണ്ടയ്ക്കും ആ സെറ്റ് കാർഡിൻ്റെ മണ്ടയ്ക്കും വേറൊരു സെറ്റ് അതിൻ്റെ അടിയിലും വെക്കുക ഗൈസ്. നിങ്ങൾ അയാൾ ശ്രദ്ധിക്കാൻ പാടില്ല ഗൈസ് നമ്മളിങ്ങനെ വെക്കുന്നത്. നമ്മൾ എടുത്ത് വെക്കുന്ന കൂട്ടങ്ങ് കാണിക്കുക ഗൈസ്. പക്ഷേ ഇത് ഒരിക്കലും ഷഫിളായി പോകില്ല. ഷഫിളായി പോയാൽ എല്ലാം തീർന്നു ഗൈസ്. അവർക്ക് മനസ്സിലാവും നമ്മൾ ഫ്രോഡാണ്. ഇനി എന്നിട്ട് നമ്മൾ ഈ കാർഡ് ഇതേ സെറ്റ് കാർഡ് തന്നെ നമ്മൾ ഷഫിൾ ചെയ്യാതെ 1 2 3 നമ്മൾ നേരത്തെ ഇട്ട ഓർഡറിൽ തന്നെ. ഞാൻ ഇങ്ങനെ കണ്ട എനിക്ക് ഒരു ത്രില്ല് വരത്തില്ല വീഡിയോ കാണാൻ വേണ്ടി. ശരി, ഞാൻ പോയിക്കോട്ടെ. 1 മിനിറ്റ്. നമ്മൾ ഇട്ട കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ സെറ്റിനകത്താണ് നമ്മൾ ഹാസിൻ്റെ ഡയമണ്ട് ഈ സെറ്റ് വന്നിട്ടുണ്ട്. ഈ സെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെറ്റ് കാർഡാണ്. എനിക്ക് മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടെ. എൻ്റെ അങ്ങനെ വരാൻ സാധ്യതയില്ല ഗൈസ്. ആ കാർഡ് ഇരിക്കുന്നതിൻ്റെ ആ പൊസിഷൻ അനുസരിച്ചായിരിക്കും ആ ഓരോ സെറ്റിലും ഓരോ സ്ഥലത്ത് വരിക ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ ഇരുന്ന കാർഡ് എടുത്ത് നടുക്ക് വെക്കുക. ഒരു സെറ്റ് കാർഡ് എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കുക. വേറൊരു സെറ്റ് കാർഡ് എടുത്ത് അതിൻ്റെ അടി വെക്കുക. ഇനി നമ്മൾ അതേ ഓർഡറിൽ തന്നെ ഒന്നുകൂടി ഇടുകയാണ്. 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. അതെന്റെ കുറ്റമല്ല ഗൈസ്, അത് അവിടെ തന്നെ വന്ന എന്റെ കുറ്റമല്ല, ഇവിടെ തന്നെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ഒരു സെറ്റ് അയാളിപ്പോൾ നമ്മളോട് പറയും ഈ സെറ്റിനകത്ത് കാർഡിരിക്കുന്നത്. അപ്പം നമ്മൾ വേറൊരു സെറ്റ് എടുത്ത് എൻ്റെ മേലെ വെക്കുക. വേറൊരു സെറ്റ് എടുത്ത് മറ്റേ സെറ്റ് അടുത്ത് താഴെ വെക്കുക. ഇനി നമ്മൾ വേണം നമുക്ക് അയാളുടെ കണ്ണും നോക്കിയിരിക്കാൻ പറയാം. ഇല്ലേ പ്രേതത്തിനകത്ത് കൂട്ട് കൈയെടുത്ത് നെഞ്ചി വെക്കാനൊക്കെ പറയാം. അല്ല, അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിത് കണക്കിന് മാജിക്കാണ്. നമ്മൾ വേണം മജീഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് മജീഷ്യനാന്ന് കാണിച്ചുകൊണ്ട് ഇങ്ങനെ മെന്റലിസം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. നമ്മളിപ്പോ ഇത് ഇനി എങ്ങനെ കണ്ടുപിടിച്ചതെന്നാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ അയാളുടെ കണ്ണി നോക്കാം. നമുക്ക് ഫ്രണ്ട് ആയാലും
ബാക്ക് ആയാലും നോക്കിയാൽ ഒരു കുഴപ്പമില്ല. അണ്ണാ 4 കാരണം ദേ ഇവിടുന്ന് 11 കാർഡ്, ഇവിടുന്ന് 11 കാർഡ് അല്ലേ. 1 2 3 4 5 6 7 8 9 10 11 ദേ 11ാമത്തെ കാർഡായിരിക്കും ഗൈസ്. അയാള് അതാണ് ഗൈസ്. അപ്പോ ഇതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. പിടിച്ചോ, ഞാൻ പോകാൻ പോവാണ് ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് അറിയില്ല. നിങ്ങൾ ഒന്നുകൂടെ ആദ്യം തൊട്ട് ഒന്നുകൂടെ കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആയേക്കാം. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഈ വീഡിയോ മാജിക് ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും ട്രിക്ക് ചെയ്യാം. ഈ ട്രിക്ക് വേറെ നമ്പറിൽ ചെയ്യാൻ പറ്റും. 21 അല്ലാതെ വേറെ നമ്പർ എടുത്ത് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനനുസരിച്ച് അല്ല എത്ര വേണേലും എടുത്ത് വെച്ച് 15 ചെയ്യാം. 7 14 അതിന്റെ നടുക്ക് വരുന്നത് 15. നീ മിണ്ടായില്ല. പക്ഷെ അതിന് ഒരു എന്താ പറയാ, ഇതുമായിട്ട് ഒരു ബന്ധം വേണം ഗൈസ്. 21 നിങ്ങളിപ്പോ 21 കാർഡ് എടുക്കുകയാണ് ഇങ്ങനെ 3 സെറ്റായിട്ട് വെക്കുക. പിന്നെ അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ 4 സെറ്റായിട്ട് വെക്കേണ്ടി വരും, അല്ല 5 സെറ്റായിട്ട് വെക്കേണ്ടി വരും, പിന്നെ 7 സെറ്റായിട്ട് വെക്കേണ്ടി വരും. അങ്ങനെയൊക്കെ മാറ്റം വരാം ഗൈസ്. ഞാനിപ്പോൾ 21 കാർഡ് വെച്ചാണ് ഈ മാജിക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗൈസ് നമ്മുടെ ബുഹാരിക്ക് പോകാൻ സമയമായി. ഇതാണ് ഗൈസ്. പക്ഷെ ഇത് ഏറ്റവും പാടുള്ള കാർഡ്. ഇപ്പൊ ഗൈസ് ഇത്രേ ഉള്ളു ഗൈസ് നമ്മുടെ ശരി പോവാണ് സെക്കൻഡ് മാജിക്. ഇപ്പം തന്നെ ഷെയർ ചെയ്യാം ഗൈസ്. ഇനി നമ്മൾ തേർഡ് മാജിക് ചെയ്യാൻ ഞാൻ ക്യാമറ ഒന്ന് കുത്തിയിട്ടിട്ട് ഇച്ചിരി സമയം കഴിച്ച് വൈകിട്ടൊക്കെ ചോറിനിട്ടിട്ട് വന്നപ്പോഴേക്ക് നമുക്ക് ചെയ്യാം ഗൈസ്. അപ്പം ഷെയർ ചെയ്യാം ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ ഇപ്പോൾ 2 മാജിക് ഇന്നലെ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് 3ാമത്തെ മാജിക് ഇപ്പോൾ ചെയ്യാൻ പോവാണ്. ഇന്നലെ 2 മാജിക് ചെയ്തപ്പോഴേക്കും ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടു കാണുമല്ലോ. ആ 2 മാജിക് ചെയ്തപ്പോഴേക്കും ക്യാമറയുടെ ചാർജ് തീർന്നു പോയി. പിന്നെ വൈകിട്ട് എടുക്കാൻ നോക്കിയപ്പോൾ ഇവൻ ഇല്ലായിരുന്നു, പിന്നെ ചാർജും കുറവായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞത്. ഇപ്പോൾ രാവിലെ ആയി. ഇപ്പോൾ നമ്മൾ തേർഡ് മാജിക് കാണിക്കാൻ പോവാണ്. നല്ല വെയിലുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് തേർഡ് മാജിക്കിലേക്ക് പോവാം. ഇത് ടേബിൾ മാജിക് അല്ല ഗൈസ്. അപ്പോൾ ഇവൻ്റെ ആവശ്യം വലുതായിട്ടില്ല. ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇതേ ഗൈസ്, ആദ്യം നമ്മൾ നിൽക്കി, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നീ അവിടെ പോയി നിന്നോ, കിട്ടുന്നുണ്ടോ നോക്ക്. ഇപ്പൊ ഗൈസ് ഞാൻ ഒരു കാർഡ് എടുത്തത്. കാർഡ് അല്ലേ കിട്ടുന്നു. ഗൈസ് ഞാൻ ഇതിന്ന് ഒരു കാർഡ് ഇങ്ങനെ എടുത്ത് ഗൈസ്. ഇതേ കാണുന്നുണ്ടോ? അപ്പൊ ഗൈസ് 9 ആർട്ടിന്റെ 9 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ തിരിച്ച് കണ്ടേ ഇവിടെ തന്നെ വെച്ച് ഗൈസ്. ഈ സെറ്റ് കാർഡിൽ തന്നെ വെച്ച്. ഇപ്പൊ ഏത് കാർഡാണ് വേണ്ടേ? മോളിൽ ഇരിക്കുന്ന കാർഡ് തന്നെയാണ് ഞാൻ എടുത്ത്. മിക്കപ്പം കാണുന്ന ഏത് കാർഡാ? അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ മാജിക് എന്ന് പറഞ്ഞാൽ. ഞാൻ വേണം ഒന്നുകൂടെ കാണിച്ചു തരാം. ഇരുന്ന മോളിൽ നിന്ന് ഒരു കാർഡ് എടുത്ത് ഗൈസ്. ഹാർട്ടിന്റെ 9 എന്നാണ്. നമ്മൾ തിരിച്ച് അവിടെ തന്നെ വെച്ച് ഗൈസ് ഇവിടെ നിന്ന് പിന്നെ ഒരു കാർഡ് എടുക്കാണ്. അതാണ് നമ്മുടെ മാജിക്. ഞാൻ ഇനി മാജിക്കിന്റെ ടിപ്സ് പറയാൻ പോവാണ്, ട്രിക്ക് പറയാൻ പോവാണ്. ഇതിന്റെ മുന്നിൽ നിന്ന് നമ്മൾ ആദ്യം ഒരു കാർഡ് എടുത്ത് കാണിക്കാം. ആർട്ടിന്റെ 9 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ തിരിച്ചു നോക്കും ഗൈസ്. അത് തിരിച്ച് നമ്മളിപ്പോ സംശയം തോന്നാത്ത നമ്മൾ അതിന്റെ മുകളിൽ ഇരിക്കുന്നത് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ മുകളിൽ നിൽക്കുന്ന ഗൈസ് നിങ്ങൾ ഇപ്പൊ നമ്മൾ 2 കാർഡ് ഇതാണ്ട് 1 2 ഈ 2 കാർഡ് ഈ 2 കാർഡായിരിക്കും ആദ്യത്തെ കാർഡ് എടുക്കാൻ നേരം ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ആക്കണം. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ആക്കണം ഗൈസ്. അപ്പം ഇവിടെ 2 കാർഡ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കണ്ട നീ അത് തല ഇരിക്കുമ്പോൾ വാലടന്ന് നീ വാടങ്ങോട്ട്.
അപ്പോൾ ഗൈസ് അതിൻ്റെ മുകളിൽ നിന്ന് ഒരു കാർഡ് എടുക്കുന്ന കൂട്ട് കാണിക്കാം. അതെ ഹാർട്ടിൻ്റെ 9 അതെടുത്ത് നമ്മൾ തിരിച്ച് അവിടെ തന്നെ വെച്ചിട്ട് ഇത് ഈ 2 കാർഡ് കൂടെ ഒരുമിച്ച് അങ്ങ് എടുക്കണം ഗൈസ്. അപ്പോൾ നമ്മളിത് ഹാർട്ടിൻ്റെ 9 അടിയിൽ തന്നെ ഇരിപ്പുണ്ട്. അത് പക്ഷേ ഓഡിയൻസ് കാണാൻ പാടില്ല. അതെ ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിച്ചാൽ അവർ കാണത്തില്ല. അതെ കണ്ടില്ല ഗൈസ്, ഇതാണ് മാജിക്. ഇതേ ഇത് 9 എടുത്ത് ഇതിൻ്റെ മുകളിൽ അങ്ങ് വെക്കുകയാണ് ഗൈസ്. എന്നിട്ട് ഇതേ കാർഡ് മാറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് അതാണ് നമ്മുടെ തേർഡ് മാജിക്. ഇനിയും ഇതിനെക്കാട്ടിലും നല്ല മാജിക് ഞാൻ ഇനിയും പഠിപ്പിച്ചു തരുന്നതാണ്. എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ വിടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഗൈസ് ഞങ്ങളുടെ ചാനൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഗൈസ്, മാക്സിമം ഷെയർ ചെയ്യണം ഗൈസ്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഇനി അടുത്ത ചൊവ്വാഴ്ച കാണാം. ബൈ.